ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് സാമ്പാർ സാദം. വളരെ ഈസിയാണ് ഇത് തയ്യാറാക്കാനായിട്ട്. ഇത് കഴിക്കാനാണെങ്കിൽ വേറെ ഒരു സൈഡ് ഡിഷിൻ്റെയും ആവശ്യമില്ല. വേണമെങ്കിൽ ഒരു പപ്പടം അല്ലെങ്കിൽ ഒരു അച്ചാർ അത്രയേ ആവശ്യമുള്ളൂ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഞാൻ റോഷിനിയാണ് ആൻഡ് യു ആർ വാച്ചിങ് ടിങ്കിൾസ്. ഈ ഒരു ഡിഷ് തയ്യാറാക്കാനായിട്ട് ഞാൻ 1 കപ്പ് പൊന്നി അരിയും 1/2 കപ്പ് സാമ്പാർ പരിപ്പുമാണ് എടുത്തിട്ടുള്ളത്, അതായത് തൂർ ദാൽ. അപ്പോൾ പൊന്നി അരി ഇല്ല എന്നുണ്ടെങ്കിൽ പച്ചരി എടുത്താലും മതി. നമ്മൾ സാധാരണ ചോറ് വയ്ക്കുന്ന അരി ഉണ്ടല്ലോ, അതെടുക്കണ്ട. മട്ട അരി അത് കുറച്ചധികം വേവുള്ളതാണ്. പച്ചരിയാണ് ഇതിന് ഉപയോഗിക്കാറ്. അപ്പോൾ ഇത് പൊന്നി അരിയാണ്. ഇത് എല്ലാ ഗ്രോസറി ഷോപ്പിലും അവൈലബിൾ ആണ്. സാമ്പാർ സാദത്തിന് ഈ ഒരു അരി തന്നെയാണ് നല്ലത്. ഇനി ഇത് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഒരു 3-4 പ്രാവശ്യമെങ്കിലും വാഷ് ചെയ്തിട്ട് വെള്ളമൊഴിച്ച് ഒരു 15 മിനിറ്റ് കുതിരാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഈ ഒരു സാമ്പാർ സാദത്തിൽ ചേർക്കാനുള്ള സ്പെഷ്യൽ സാമ്പാർ പൗഡറുണ്ട്. അത് നമുക്ക് ഫ്രഷ് ആയിട്ട് തന്നെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. ഒരു പാനിലേക്ക് 4 വറ്റൽമുളകും 4 കാശ്മീരി മുളകും ചേർത്തിട്ടുണ്ട്. ഇനി 1.5 ടേബിൾ സ്പൂൺ മല്ലി കൂടെ ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് ആദ്യം ഇത് 1 മിനിറ്റ് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ടാണ് അടുത്ത ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നല്ല ജീരകം, 1/2 ടീസ്പൂൺ പെരുംജീരകം, 1 ടീസ്പൂൺ കുരുമുളക്, പിന്നെ 1 ടേബിൾ സ്പൂൺ സാമ്പാർ പരിപ്പ്, അതായത് തൂർ ദാൽ, പിന്നെ 1 ടേബിൾ സ്പൂൺ ഉഴുന്ന് കൂടെ ചേർത്തിട്ട് ഒരു 2 മിനിറ്റ് നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചാണ് നമ്മളിത് റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ചെറിയൊരു മണം വരുന്ന ആ ഒരു സമയത്താണ് നമ്മളിനി ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുന്നത്. 3 ടേബിൾ സ്പൂൺ തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതുകൂടെ ഇട്ടിട്ട് ഇത് ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി തേങ്ങയൊക്കെ ഒന്ന് ഒരുപാട് മൂത്ത് വരണ്ട, നമ്മൾ തീയിലിനൊക്കെ വറുക്കുന്ന അത്രയും മൂത്ത് വരണ്ട, കുറച്ചൊന്ന് ചൂടായി വന്നാൽ മതി. ഒരു 1/4 ടീസ്പൂൺ ഉലുവ കൂടെ ചേർക്കുന്നുണ്ട്, കുറച്ച് കറിവേപ്പിലയും. ഇപ്പോൾ നല്ലൊരു മണമൊക്കെ വന്ന് തുടങ്ങുന്നുണ്ട്. തേങ്ങ ചെറുതായിട്ടൊന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട്. അതിലെ ഈർപ്പമൊക്കെ പോയി ഇതുപോലൊന്ന് ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് മതി. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാനായിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് ഇത് നന്നായി തണുത്തിട്ടാണ് നമ്മളിതൊന്ന് പൊടിച്ചെടുക്കുന്നത്. നമ്മൾ കുതിരാനായിട്ട് വെച്ചിട്ടുള്ള അരിയും ഒരു സാമ്പാർ പരിപ്പും നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ മാറ്റിയിട്ട് ഇതുപോലെ നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേവാൻ ആവശ്യമുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഒരു 5 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് നന്നായി വെന്ത് കുഴഞ്ഞാണ് നമുക്ക് എടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് 1 വിസിലും പിന്നെ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് 3 വിസിലും കേൾക്കുന്നത് വരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് വെന്ത് വരുന്ന ആ സമയം കൊണ്ട് നമുക്ക് വെജിറ്റബിൾസൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഇതുപോലൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത്. ഇനി ഇതിലേക്ക് എണ്ണയൊന്ന് ചെറുതായിട്ട് ചൂടാകുമ്പോൾ തന്നെ അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി 1/4 ടീസ്പൂൺ കായപ്പൊടിയും 15 ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ കായപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഒന്നും കരിഞ്ഞു പോകാതെ പെട്ടെന്ന് തന്നെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ബാക്കി വെജിറ്റബിൾസ് കൂടെ ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളകും 1 സാമ്പാർ മുളകും എടുത്തിട്ടുണ്ട്. ഇതുപോലെ പീസാക്കിയിട്ടുണ്ട്. സാമ്പാർ മുളകെന്ന് പറയുന്ന തൊണ്ടൻ മുളകെന്നും പറയാറുണ്ട്. പിന്നെ 1 ക്യാരറ്റ്, പിന്നെ ചേർക്കുന്നത് ബീൻസാണ്. ഒരു 7-8 ബീൻസ് എടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെറിയ പീസ് ആക്കിയിട്ടുണ്ട്. ഇനി 1 വഴുതനങ്ങ അല്ലെങ്കിൽ കത്തിരിക്ക, അതിൻ്റെ പകുതിയെ ചേർക്കുന്നുള്ളൂ. ഇതുപോലെ സ്ക്വയർ പീസ് ആക്കിയിട്ടുള്ളത്. 1 വലിയ ഉരുളക്കിഴങ്ങും പിന്നെ ഒരു 4-5 പീസ് മുരിങ്ങക്കായയും ചേർത്ത് കൊടുക്കാം. ഒരു 1/2 കപ്പ് വെള്ളരിക്ക കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി വെജിറ്റബിൾസൊക്കെ കുറച്ചൊന്ന് വാടി കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതിലേക്ക് ടൊമാറ്റോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ചൊന്ന് വാടി വരട്ടെ. ഇതിപ്പോൾ കുറച്ചൊന്ന് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഒരു ടൊമാറ്റോ കൂടെ ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു സാമ്പാറിൻ്റെ ആ ഒരു കൂട്ടുണ്ടല്ലോ, അത് പൊടിച്ചെടുത്തിട്ടുണ്ട്.
അതിപ്പോൾ നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. ഈ ഒരു സ്പെഷ്യൽ സാമ്പാർ പൗഡർ കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇനി ഇത് വെന്ത് വരാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ വെജിറ്റബിൾസൊക്കെ നന്നായിട്ടൊന്ന് മുങ്ങിക്കിടക്കുന്ന ആ ഒരു രീതിയിലാണ് വെള്ളം ഒഴിക്കുന്നത്. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് വെജിറ്റബിൾസൊക്കെ ഒന്ന് വെന്ത് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. 1-2 പ്രാവശ്യം ഒന്ന് തുറന്നു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, വെള്ളം ഒക്കെ കുറച്ചൊന്ന് തിക്കായിട്ട് വെജിറ്റബിൾസൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയെടുത്ത് ഒന്ന് വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ആ ഒരു പുളി വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് തിളച്ച് വരട്ടെ. ഇനി നമ്മുടെ സാമ്പാർ സാദത്തിൻ്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടാനായിട്ട് ഒരു ചെറിയ പീസ് ശർക്കര കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതുകൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ അരിയും പരിപ്പുമൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. കണ്ടില്ലേ, ഇതിപ്പോൾ നന്നായിട്ട് വെന്ത് നല്ല കുഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒട്ടും തന്നെ ഉടച്ചു കൊടുക്കേണ്ട കാര്യമില്ല, അത്രയ്ക്ക് നന്നായിട്ട് കുഴഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതുപോലെ നല്ല ഉടഞ്ഞ് വന്നില്ലെങ്കിൽ തവി കൊണ്ട് ഒന്ന് ഉടച്ചു കൊടുക്കണേ. നമുക്കിനി ഈ ഒരു ചോറ് സാമ്പാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി മിക്സിങ്ങിലാണ് കാര്യം. സാമ്പാറും ഈ ചോറും നല്ലതായിട്ടൊന്ന് ചേർന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിപ്പോൾ കുറച്ച് ലൂസായിട്ട് തോന്നും, അത് പ്രശ്നമില്ല. അത് ഇരിക്കും തോറും ഒന്ന് തിക്കായിട്ട് വരും. ഇനി മിക്സ് ചെയ്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് 5 മിനിറ്റ് കൂടെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കുറച്ചുകൂടെ ഒന്ന് തിക്കായിട്ട് വരും. ഇതിപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിലേക്ക് ഇനി കുറച്ച് മല്ലിയില കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കടുക് താളിക്കാനുള്ളത് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ആദ്യം നമുക്ക് കുറച്ച് കാഷ്യൂ നട്ട്സ് ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റാം. ചെറുതായിട്ടൊന്ന് കളർ മാറുമ്പോൾ തന്നെ നമുക്കിത് മാറ്റാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ, 1/2 ടീസ്പൂൺ കടുക്, പിന്നെ 1/2 ടീസ്പൂൺ ജീരകം, ഇത്രയും ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമുക്കിതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഒരു 3-4 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. ഇനി കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ടിത് നേരെ എടുത്ത് നമുക്ക് നമ്മുടെ സാമ്പാർ സാദത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കാഷ്യൂ നട്ട്സ് കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഒരു 10 മിനിറ്റ് നമുക്ക് അടച്ചു വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സാമ്പാർ സാദം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ, ഇതാണ് അതിൻ്റെ ഒരു കറക്റ്റ് പരുവം. ഇനി ഇത് കുറച്ചുകൂടെ കഴിയുമ്പോൾ ഒന്നുകൂടെ തിക്കാകും. അപ്പോൾ ചൂടോടുകൂടി ഇങ്ങനെ കഴിക്കാനാണ് നല്ലൊരു ടേസ്റ്റ്. വേണമെങ്കിൽ കഴിക്കാൻ നേരത്ത് കുറച്ചുകൂടെ നെയ്യ് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ സാമ്പാർ സാദം റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ സാമ്പാർ സാദം തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ടിങ്കിൾസ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.